ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 എക്കണോമിക്സ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുന്നായിട്ട് ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്കുള്ള കംപ്ലീറ്റ് പാഠങ്ങളുണ്ട്. മെയിനായിട്ട് ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ പാഠത്തിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കാം, എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കാം അല്ലെങ്കിൽ ഡബിൾ പാസ് വാങ്ങാം എന്നുള്ള വീഡിയോ അല്ല, ഫുൾ മാർക്ക് ഉറപ്പിക്കാം എന്നുള്ള വീഡിയോ ആണ്. അങ്ങനെ ഓരോ പാഠം വൈസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒരു പാഠം കഴിഞ്ഞ് ഞാൻ അടുത്ത പാഠത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ആ പാഠത്തിൽ ഇമ്പോർട്ടൻസ് ഏതാണ് എന്നറിയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, പ്രത്യേകം പറയാണ്. അപ്പോൾ ഓരോ പാഠവും എത്രത്തോളം പഠിക്കാനുണ്ട്, ഓരോ ടോപ്പിക്കുകളും എത്ര മാർക്കിന് വരാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെല്ലാ പരീക്ഷയ്ക്കും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും വീഡിയോ ചെയ്യുന്നുണ്ട്. കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ട എല്ലാ ടോപ്പിക്കുകളും നമ്മളിപ്പോൾ അതാ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം സ്റ്റഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസിന്റെ എല്ലാം വീഡിയോസ് +2 കഴിഞ്ഞു. ഇനി +1 വീഡിയോസും നമ്മൾ പെൻഡിങ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഇനിയുള്ള എക്സാമിന് അടുക്കും തോറും വീഡിയോസിന്റെ എണ്ണം കൂട്ടും. അതായത് 8 മാർക്കിന്റെ, 5 മാർക്കിന്റെ, 6 മാർക്കിന്റെ 2 പാഠങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, ഡബിൾ പാസ് വാങ്ങാൻ, പാസ് മാർക്ക് വാങ്ങാൻ, ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്, അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. +2 എക്കണോമിക്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് കുറെ കുട്ടികൾക്കൊന്നും മാക്രോ സെക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാക്രോയിൽ നിന്ന് 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പൊ 4ാം പാഠം നമ്മൾ ആദ്യം നോക്കുന്നത് മാക്രോയിലെ 4, 3, 2, 1. അപ്പൊ 4ാം പാഠത്തിന്റെ പേര് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഇൻകം ഡിറ്റർമിനേഷൻ എന്നും പല പേരുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ മാക്രോയിലെ 4ാം പാഠം എന്ന് പറയുന്നത് നമുക്ക് ചാപ്റ്റർ വൈസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ചാപ്റ്റർ നെയിം അവിടെ 10ാമത്തെ പാഠമാണ് വരിക കേട്ടോ. അതിൽ ചില കുട്ടികൾക്ക് പുതിയ ബുക്സ് ആണ്, അതിൽ 6ാം പാഠമൊക്കെ സ്കിപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പേര് ശ്രദ്ധിക്കുക. ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ആദ്യം എഴുതിയിരിക്കുന്നത്. ഈ ഒരു പാഠം 2 സെക്ടർ ഇക്കോണമിയിൽ എത്രത്തോളം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള പാഠം. 2 സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ 2 സെക്ടേഴ്സ് ഓൺലി, ദാറ്റ് ഈസ് ഹൗസ് ആൻഡ് ഫേം. അപ്പൊ ഹൗസ് ഹോൾഡും ഫേമും മാത്രമാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് ഈ പാഠത്തിന്റെ മെയിൻ ആയിട്ടുള്ള കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എക്സ് ആൻഡ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ സെൻസ് എന്താണെന്നാണ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. എക്സ് ആൻഡ് പ്ലാന്റ്, എക്സ്പോസ്ഡ് റിയലൈസ്ഡ് എന്നാണ് അർത്ഥം. നമ്മൾ ഒരെണ്ണം പ്ലാൻ ചെയ്തു എങ്കിൽ അത് എക്സ് ആൻഡ് സെൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. പ്ലാൻ ചെയ്തതല്ല നമുക്ക് എപ്പോഴും കിട്ടുക അല്ലെ. അപ്പൊ റിയലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആണ്. നമുക്ക് ഓൾറെഡി ഞാൻ ഒരു 50,000 രൂപ ഇൻകം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയത് 25,000 രൂപയാണ്. അപ്പൊ അത് എക്സ്പോസ്ഡ് ആയി. റിയലൈസ് ചെയ്തതും പ്ലാൻ ചെയ്തതുമുള്ള ആ ഒരു വേരിയബിളിനെ നമ്മൾ വിളിക്കുന്നത് എക്സ് ആൻഡ് എക്സ്പോസ്ഡ് എന്നാണ്. പിന്നീട് ഈ പാഠത്തിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം ഇൻകം, അതിന്റെ കർവ്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാനും ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് പഠിക്കുക. പ്രോബ്ലം ആണ് പറയുന്നത്, നമുക്ക് പ്രോബ്ലം വരാറുണ്ട്. അതിന്റെ കർവ് വരയ്ക്കാൻ വേണം. അതായത് ഇപ്പൊ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇങ്ങനെയാണ് അതിന്റെ കർവ് വരിക, അത് വരയ്ക്കലും. പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്തു, അപ്പൊ എത്രയായി അതിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയോ താഴത്തോട്ട് ഷിഫ്റ്റ് ആയോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിന് നമുക്ക് വരാറുണ്ട്. അത് ഈ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ MPC MPSനെ കുറിച്ചിട്ട് പഠിക്കണം. അത് 2 മാർക്കിന് പ്രോബ്ലം ആയിട്ടും വരാറുണ്ട്, രണ്ടും എങ്ങനെ കണ്ടുപിടിക്കാൻ വരാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്നതാണ് ഒരു ടേബിൾ തരും. ടേബിൾ തന്നിട്ട് APC, APS, MPC, MPS, അതുപോലെ തന്നെ കൺസംഷൻ, സേവിങ്സ്, ഇൻകം, ഇതൊക്കെ കൂടിയിട്ടൊരു ടേബിൾ തരും. നമ്മൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് മാത്രം നമ്മളൊരു വീഡിയോ വൈകാതെ ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാം വരുന്നത്, എക്കണോമിക്സ് എക്സാം നമുക്ക് വരുന്നത് 19-ാം തീയതിയാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ ഇനിയും ടൈം ഉണ്ട്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ എന്തായാലും ഈ പ്രോബ്ലം വീഡിയോ ചെയ്യും. അതിൽ ഈ പ്രോബ്ലം നമ്മൾ ഉൾക്കൊള്ളിക്കും കേട്ടോ. പിന്നീട് ഈ പാഠത്തിൽ നിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു ടോപ്പിക്കാണ് വാട്ട് യു മീൻ ബൈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമാണ്. അവിടെ MPS കൂടിക്കഴിഞ്ഞാൽ, MPS എന്ന് വെച്ചാൽ സേവിങ്സ് എന്നാണ് അർത്ഥം. അതായത് നമുക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട്, അതിൽ എത്ര ഞാൻ സേവ് ചെയ്തു, അതിനാണ് MPS എന്ന് വിളിക്കുക. ആ MPS കൂടുന്തോറും ടോട്ടൽ സേവിങ്സ് കൂടില്ല, പകരം അത് കോൺസ്റ്റന്റ് ആയി നിൽക്കുകയോ അതല്ല എങ്കിൽ കുറയുകയാണ് ചെയ്യുക. ഈ ഒരു ഫിനോമിനയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്.
ഇതിങ്ങനെ തന്നെ പറഞ്ഞിട്ട് നിങ്ങളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഒരു പാരഗ്രാഫ് എഴുതണം. അതാണ് 3 മാർക്കിന് വരാറ്. അപ്പോൾ ഈ പാഠത്തിന് ഇത്ര പഠിച്ചാൽ മതി. ആ ഒരു പ്രോബ്ലം പഠിക്കുക, എക്സ് ആൻഡ് എക്സ്പോസ്ഡ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ് ആണ്, വളരെ എളുപ്പമുള്ള പാഠമാണ് കേട്ടോ. നല്ല പോലെ നമുക്ക് പഠിക്കാനും എളുപ്പമാണ്. അടുത്ത ചാപ്റ്റർ ആണ് മണി ആൻഡ് ബാങ്കിങ്. 12 മാർക്കിന്റെ വെയിറ്റേജോളം ഫൈനൽ എക്സാമിന് തന്നെ ഈ പാഠത്തിനുണ്ട്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. തിയറി പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ വേഗം ഈ പാഠം പഠിക്കാം. ഫങ്ഷൻസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, ഇതൊക്കെ നമുക്ക് ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണ് ചോദിക്കാറ് കേട്ടോ. പിന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് വരച്ച് കാണിക്കണം. അതുപോലെ തന്നെ എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 3 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് RBI ടു കൺട്രോൾ മണി സപ്ലൈ, അതായത് മണി ക്രിയേഷൻ ഓഫ് RBI എന്ന് ചോദിക്കാം. ഇൻസ്ട്രുമെന്റ്സ് ഓർ പോളിസി ഓഫ് RBI എന്നൊക്കെ ചോദിക്കാം. എങ്ങനെയാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് പൈസ ഉണ്ടാക്കുന്നത്, അതിനുവേണ്ടി സെൻട്രൽ ബാങ്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സിനും ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിനൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ 8 മാർക്കിൻ്റെ ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ സ്പെക്കുലേറ്റീവ് മോട്ടീവ്സ് ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. 3 മോട്ടീവ്സ് ആണുള്ളത്: പ്രിക്കോഷണറി, ട്രാൻസാക്റ്റീവ് ആൻഡ് സ്പെക്കുലേറ്റീവ്. സ്പെക്കുലേറ്റീവ് നല്ല പോലെ പഠിക്കുക. ആ സ്പെക്കുലേറ്റീവിൽ വരുന്നതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. പിന്നീട് ഡിഫിക്കൽട്ടീസ് ഓഫ് അണ്ടർ ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡിഫിക്കൽട്ടീസ് 4 മാർക്കിന് ചോദിക്കാറുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ. അതേപോലെ മണി സപ്ലൈ, അതായത് M1, M2, M3, M4ന്റെ ഇക്വേഷൻസ് പഠിക്കുക. നമ്മൾ ഓരോന്നും ഫിൽ ചെയ്ത ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. മണി സപ്ലൈകൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ RBI നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന മണി മെഷർമെന്റ് ഏതാണ്? M3 ആണ്. പിന്നെ ബ്രോഡ് മണി, നാരോ മണി ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല പോലെ തിയറി പഠിക്കേണ്ടവർ ഇത് പഠിക്കുക. ഇതിൽ മിസ് ഒരു ഫംഗ്ഷനും കൂടി നിങ്ങളോട് ചെയ്തിട്ടില്ല, ദാറ്റ് ഈസ് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. വേറെ ഒന്നുകൊണ്ടല്ല, അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് മണിയുടെ ഫംഗ്ഷനും RBIയുടെ ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ. ഇപ്പോൾ ഈ RBIക്ക് പകരം സെൻട്രൽ ബാങ്ക് എന്ന് ചോദിക്കാം. ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണം? അതും കിട്ടണം. അപ്പം ഞാൻ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ അല്ല, ഞാൻ RBIയുടെ ഫംഗ്ഷനാണ് പഠിച്ചതെന്ന് വിചാരിച്ചിട്ട് മിസ് ചെയ്യരുത്. ഓക്കെ, ചില കുട്ടികളെ ഹെഡിങ് അതേപോലെ പഠിച്ചൊക്കെ ചെയ്യാം. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. നാഷണൽ ഇൻകം ആൻഡ് അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇതേപോലെ കഴിഞ്ഞ ചാപ്റ്റർ പോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. പക്ഷേ ഈ പാഠത്തിൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു സെക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഇക്വേഷൻസ്. ഒരുപാട് ഇക്വേഷൻസ് ഉള്ള പാഠമാണിത്, ഈ ഒരു ചാപ്റ്റർ. പറയുമ്പോൾ നമുക്ക് 3rd ചാപ്റ്ററിലും അതുപോലെ 4th ചാപ്റ്ററിലൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പഠിക്കാൻ സുഖമാണ്. ഈ പാർട്ടിലുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും. ഫാക്ടർ കോസ്റ്റ് ഉള്ളതും മാർക്കറ്റ് പ്രൈസിലുള്ളതും GNP, NNP, GDP, GS, അതുപോലെ തന്നെ GDP ഫാക്ടർ കോസ്റ്റ്, GDP മാർക്കറ്റ് പ്രൈസ്, അതൊന്നും പോരാതെ GNP, പിന്നെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഇൻകം, GDP ഡിഫ്ലേറ്റ്, അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കാനായിട്ട് മിസ് ഒരിക്കലും പറയില്ല. വേറെ ഒന്നുമല്ല, ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കാം. ഇപ്പം ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ദർ ഇസ് നോ പ്രോബ്ലം. കാരണം നമ്മൾ 80 മാർക്കിൽ നമുക്ക് ഇക്വേഷൻസ് ഒരു 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി 75 മാർക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇക്വേഷൻസിനേക്കാൾ എളുപ്പമാണ് എക്സ്പ്ലനേഷൻസും കർവുകളും പ്രോബ്ലംസും. ഇക്വേഷൻസ് മാത്രം പിടിച്ചിരുന്നാൽ നമ്മൾ അവിടെ പിടിച്ചിരിക്കും. എങ്ങാനും ഇക്വേഷൻസ് പഠിച്ച് നമ്മൾ ഒരെണ്ണം മറന്നു പോയാൽ അതവിടെ പോകും. പിന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് നോക്കാം, അതുകൊണ്ട് തെറ്റില്ല. സോ നിങ്ങൾ ആ ഇക്വേഷൻസ് മിസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. 8 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. 3 മെത്തേഡ്സ് ആണുള്ളത്: പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതിൽ ഇക്വേഷൻസ് ഏതാ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അല്ലാതെ കുറേ വലിച്ചു വാരി ടെക്സ്റ്റ് ബുക്കിൽ പോലെ ഒന്നും എഴുതണ്ട. ആവശ്യമുള്ളത് മാത്രം നമ്മൾ അതിൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ 3 മെത്തേഡോടെ പഠിക്കുക. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരയ്ക്കാൻ അറിയണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം, റിയൽ ഫ്ലോ ഏതാണ്, അതുപോലെ തന്നെ മണി ഫ്ലോ ഏതാണെന്ന് അറിയണം, 2 തരം മാർക്കറ്റുകൾ അറിയണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അറിയാം. ദെൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ തമ്മിലുള്ള ഡിഫറൻസസ് 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാറുണ്ട്. പിന്നെ GDPയും വെൽഫെയറിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? അപ്പം നോന്നാണ് അതിന് ആൻസർ ചെയ്തിട്ടുണ്ടേ. എന്നിട്ട് അതിൻ്റെ ഒരു 4 പോയിന്റ്. GDPയിൽ ഹാംഫുൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്, GDPയിൽ എക്സ്റ്റേണലിറ്റിയുടെ വാല്യൂസ് കുറയ്ക്കുന്നില്ല, GDPയിൽ നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ GDP എന്ന് പറയുന്നത് നമുക്ക് ഒരു വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് 3-4 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാം. ദെൻ GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് ഇക്വേഷൻസ് കറന്റ് GDP ഡിവൈഡ് ബൈ റിയൽ GDP × 100. പ്രൈസ് ലെവൽ എത്രത്തോളം കൂടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ആ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ മാർക്കുകളൊക്കെ ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 2ാം പാർട്ടിൽ നിന്നുള്ളത്.
ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒപ്പം ഈ ഒരു ഇക്വേഷന്റെ ചോദ്യം കൂടി കാണിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇക്വേഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി ഇക്വേഷൻസ്. കാരണം ആ ഇക്വേഷൻസിന്റെ ഒരു 5 മാർക്കിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള മാർക്കിലൂടെ കളയരുത്. ഓക്കെ, പിന്നീട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്, മാക്രോ എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ. ഇവിടെ നമുക്കൊരു 6 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കാണുക. ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് മാക്രോ എക്കണോമിക്സ് തമ്മിലെ ഡിഫറൻസസ് പഠിക്കണം 4 മാർക്കിന്. അതായത് മൈക്രോ എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റ്സ് ആണ്, മറ്റൊരു അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അറിയണം. പിന്നെ എക്സാമ്പിൾസ് തരും കുറച്ച്, അതിൽ മൈക്രോ എന്ന് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടണം. പിന്നെ സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി 2 മാർക്കിന് ചോദിക്കാനുള്ളതാണ്. സെക്ടേഴ്സ് ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ 4 ഉള്ളൂ. അത് കഴിഞ്ഞാൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് 4 മാർക്കിന് തന്നെയാണ് എഗെയിൻ ചോദിക്കാറ്. അതായത് എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവം, അതായത് JM കീനസിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത ശേഷമാണ്, ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിരുന്നു പണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്രൈസിസ് ഒക്കെ വന്നു. ക്രൈസിസ് വന്ന ശേഷമാണ് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല, ക്ലാസിക്കൽ തിങ്കേഴ്സിന് സാധിച്ചില്ല. അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇറക്കിയ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്കിലാണ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചിട്ട് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ ഒരു പാരഗ്രാഫുകളുണ്ട്. ആവിർഭാവം അതും പഠിക്കണം. അപ്പൊ മാക്രോയിൽ നിന്ന് ഇത്ര പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. കാരണം ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും അത്യാവശ്യം നല്ല മാർക്ക്, ഒരു 10-35 മാർക്കൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടാം ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ. പിന്നീട് നമ്മൾ മൈക്രോ ഇക്കണോമിക്സിലേക്ക് കടക്കാണ്. മൈക്രോ ഇക്കണോമിക്സിൽ 4ാം പാഠം 5ാം പാഠം മാത്രം മിസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഫസ്റ്റത്തെ 3 പാഠങ്ങളും മിസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. മാത്രമല്ല, നിങ്ങൾ ആദ്യം ഇതൊക്കെ പഠിച്ചു കഴിയേ, എന്നിട്ട് നമുക്ക് ആ ഒരു പാഠങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. നിലവിലെ 6 പാഠങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം ഇക്കണോമിക്സിൽ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടേക്ക് വന്നാൽ മതി, മൈക്രോയിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിലേക്ക് വന്നാൽ മതി. പറയുകയാണെങ്കിൽ ആ 3 പാഠം ഇമ്പോർട്ടൻ്റ് ഒക്കെയാണ്, ഒരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ നല്ല വെയിറ്റേജ് ഉള്ള പാഠമാണ്. പക്ഷെ ക്രിസ്മസ് പരീക്ഷയുടെ പോർഷൻസ് ആദ്യം പഠിക്കാം. ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ആദ്യം പഠിക്കുന്നത്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഫീച്ചേഴ്സ് നമുക്ക് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ TR, AR, MR, അതായത് 2 മാർക്കിന് ഇക്വേഷൻ തരും. TR തരുന്നത് നമുക്ക് AR കണ്ടുപിടിക്കാൻ തരും, MR കണ്ടുപിടിക്കാൻ വരും. പ്രോബ്ലം ആണ്, നമ്മൾ പ്രോബ്ലം വീഡിയോയിൽ ഇത് ചെയ്യും കേട്ടോ. പിന്നീട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് വിത്ത് ഡയഗ്രാം, അതിന്റെ ഡയഗ്രാം അത് തെറ്റിയിട്ട് തരാം, ശരിയാക്കി തരാം, നിങ്ങളോട് വരയ്ക്കാൻ പറയാം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇടാം. അപ്പൊ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ഏതാന്ന് 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം, അതിന്റെ ഡയഗ്രാം വരയ്ക്കാൻ അറിയണം. 8 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ വരാറ്. അങ്ങനെ 8 മാർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ ഫീച്ചേഴ്സും കൂടി എഴുതി വെക്കുക പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ. ഓക്കെ, ഷട്ട് ഡൗൺ പോയിന്റ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് പ്രൈസ് ലൈനും എസ്എൻസിയും AVC AC ഒക്കെ വരച്ചിട്ട് ഷട്ട് ഡൗൺ പോയിന്റ് AVCയുടെ മിനിമം പോയിന്റ് ആണ്, അതങ്ങനെ വരയ്ക്കാൻ കിട്ടണം. എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് അറിയണം. ദെൻ സപ്ലൈയുടെ ഡിറ്റർമിനൻസ് എന്ന് വെച്ചാൽ എന്താ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ സപ്ലൈനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. മാർക്കറ്റ് സപ്ലൈ പ്രോബ്ലം ആണ്. M1, M2, M3, M4 ഒക്കെ പോലെ നമുക്ക് S1, S2, S3 ഒക്കെ തരും. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്ത് വെച്ചാൽ മാർക്കറ്റ് സപ്ലൈ. കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അതായത് നമ്മൾ ഡിമാൻഡ് കർവിൽ പഠിച്ച സെയിം പോലെ തന്നെ നമ്മൾ സപ്ലൈ കർവ് വരയ്ക്കാം. ഇതാണ് സപ്ലൈ കർവ്. ഈ സപ്ലൈ കർവിന്റെ മിനിമം പോയിന്റ് ഇപ്പൊ മൂവ്മെന്റ് ആവാം, കാണോ, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യാം, എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാം. ആ മൂവ്മെന്റിനെയാണ് കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ എന്ന് പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കണം. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ 5 ഡിഗ്രീസ് ആണ് കേട്ടോ. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നമ്മൾ അറിയണം. ഇപ്പൊ സപ്ലൈ കർവ് ഫ്ലാറ്റ് ആയി, ഇതായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 5 സപ്ലൈ കർവുകൾ അറിയണം. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ഡിമാൻഡ് അല്ല സോറി, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ പ്രോബ്ലം അറിയണം. നമ്മുടെ ഡിമാൻഡിന്റെ സെയിം പ്രോബ്ലം ആണ്. TR/TC പ്രോഫിറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. അതായത് നമുക്ക് ടോട്ടൽ റവന്യൂ തരും, അല്ലെങ്കിൽ പ്രൈസ് തരും, ക്വാണ്ടിറ്റി ഒക്കെ തരും നമുക്ക്. എന്നിട്ട് നമ്മളോട് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാൻ പറയും, ടോട്ടൽ കോസ്റ്റ് കണ്ടിട്ട് അതിന് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ടേബിൾ വരാം. പ്രോബ്ലം ആണ്, പ്രോബ്ലം വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇത്രയും ഈ പാഠത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് നല്ല വെയിറ്റേജ് ഉണ്ട് ക്രിസ്മസ് പരീക്ഷയ്ക്ക് കേട്ടോ. ഫൈനൽ എക്സാമിന് എല്ലാ പാടുള്ളപ്പോൾ ഇതിനൊന്ന് കുറയും. പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതലുള്ള പാഠം ഏതാണോ അതിനനുസരിച്ചൊന്ന് കൂടും. പിന്നീടുള്ള ചാപ്റ്ററാണ് ചാപ്റ്റർ 5. ചാപ്റ്റർ 5ൽ നിന്ന് നിങ്ങൾ വെറും 3 ടോപ്പിക്ക് മെയിനായിട്ട് പഠിച്ചാൽ മതി. ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിംഗുമാണ്. നമുക്ക് 4 മാർക്കിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും, 2ഉം കൂടി 8 മാർക്കിന് ചോദിക്കും, ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കും, ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും. പിന്നീട് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്, ഇക്വിലിബ്രിയം, ക്വാണ്ടിറ്റി ഇക്വിലിബ്രിയം, പ്രൈസ്.
വരയ്ക്കാൻ കിട്ടണം. അതായത് ഡിമാൻഡും സപ്ലൈയും വരച്ച് കഴിഞ്ഞ് കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം. ഇതിന് മേലെ പോയ എക്സസ് സപ്ലൈ, താഴത്തേക്ക് വന്ന എക്സസ് ഡിമാൻഡ്. അപ്പോൾ പിന്നെ ആ ടോപ്പിക്കും അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെ കർവിൻ്റെ വീഡിയോ. നമ്മളിനി എക്കണോമിക്സിന് കർവുകൾ മാത്രമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, പ്രോബ്ലംസ് മാത്രമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, 8 മാർക്കിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്, തിയറീസ് കൂടെ 8 മാർക്കിൻ്റെ ചെയ്യുന്നുണ്ട്, ഷോർട്ട് എസ്സേ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ചാപ്റ്റർ വൈസ് ചെയ്യുന്നുണ്ട്. അതായത് ചാപ്റ്റർ 4 ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പാഠത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വൈകാതെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ശനി ഞായറൊക്കെ കിട്ടിയാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും ഇതെല്ലാം സെയിം തന്നെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.